ഈ കുടുംബം കലക്കണമെങ്കിൽ പെട്ടെന്നൊരു വിദ്യ ചെയ്യാം. അത് രുക്മിണിയെ കൊണ്ട് തന്നെ ആയിക്കോട്ടെ. അവള് മിടിക്കുക. ഞാൻ പറയുന്നത് അതേപടിയെന്ന് കേൾക്കും. നിങ്ങക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് അവനെയാ, നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവനെ. ഏതവന്? നിന്റെ കാമുകനെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിനക്കൊരു കാമുകനുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറക്കി വിടടി അവനെ അങ്ങോട്ട്. തൊള്ള മര്യാദകട് പറഞ്ഞ പ്രായമൊന്നും ഞാൻ നോക്കില്ല. കൈകാര്യം ചെയ്യും ഞാൻ. വടി വടി. എന്താ മോളെ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവർ അനാവശ്യം പറയുന്നു. എവിടെ ഇതിനകത്ത് ആരെ ഒരാളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? 2-3 ദിവസമായിട്ട് എനിക്ക് സംശയം തോന്നി. ഏത് നേരം എവിടെ ഇതിനകത്താ. കുശുകുശുപ്പ് കുശുകുശുപ്പ് കുശുകുശുപ്പ്. അതാരായിരിക്കും അളിയന്റെ അമ്മയുടെ തോന്നല്? ആരനായിരിക്കും പിന്നെ, അല്ലാതെ ആര്? എന്നാ ആ ജാരനെ ഞാൻ ഇപ്പൊ പിടിക്കാം. മാറി നിക്കേ. അളിയോ അളിയോ, ഇങ്ങോട്ട് ഇറങ്ങി വാളിയ. വാ പതുക്കെ സൂക്ഷിച്ച്. എനിക്ക് വാ വാ. കണ്ടോ ജാരനെ? കണ്ടു. മേലാൽ എന്റെ ചേച്ചിയെ കുറിച്ച് ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞ അളിയന്റെ അമ്മയുടെ കച്ചവടം ഞാൻ പൂട്ടിക്കും. സോറി മകന്. പോലീസിനെ പേടിച്ച അളിയൻ ഇവിടെ ഒളിവിലാണെന്നുള്ള വിവരം അളിയൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്പികയോടും പേടിക്കണ്ട. ഞാൻ വർമ്മ സാറിനോട് പറഞ്ഞേ അളിയന്റെ പേരിലുള്ള കേസ് തേച്ചു മാച്ചു കളയാം. ആണോ? അറിയാവുന്ന കാര്യങ്ങള് സ്റ്റേഷനിൽ പറഞ്ഞാ മതി. ഓ, ഇലക്ഷൻ കാശ് കട്ടുവാരി കേസല്ലേ? അത് സാരമില്ലെങ്കിലേ അച്ഛൻ പറഞ്ഞ് ശരിയാക്കിക്കോളും. അപ്പൊ കാശാണ് പ്രശ്നം. ജൈനും പ്രിയ ഒന്നിങ്ങ് വാ. ഓ പോരേ. ശരി. വാ മക്കളെ വാ. ഇങ്ങോട്ട് വാടാ. അടുത്തേക്ക്. ഇത് അവിഹിതമായി കാശ് കട്ടുവാരിയ നിന്റെ അത്യാഗ്രഹത്തിന്. ഇത് പ്രേരണാ കുറ്റത്തിന്. ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് നീ ഒരൊറ്റ ഒരുത്തിയ. തെറ്റ് ചെയ്ത ആർക്കിട്ടായാലും ഇങ്ങനെ കരണം പൊട്ടുന്ന അടി കിട്ടും. കിട്ടിയ അടി മനസ്സിലിട്ട് വേണ്ടാത്തത് ഒന്നും ചെയ്യാതിരുന്ന എല്ലാവർക്കും നല്ലത്. ഒരു പൊതുമാപ്പ്. ഇന്നു മുതൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഒരു നന്മമരമായി വളരാം. തെറ്റ് ചെയ്യാൻ ഇവൾ എന്നെ പ്രേരിപ്പിച്ച ഇവക്കിട്ട് ഞാൻ കൊടുക്കും. ഓ വീട്ടില് യാമിനി ചെറിയമ്മ വന്നിട്ടുണ്ട്. അമ്മായിയും ഞാനും ഒക്കെ നാളെ വീട്ടിൽ പോകും. അയ്യോ മേഡം പോവാണോ? പോണോല്ലോ രാധമ്മേ. പ്രതാപൻ ഡൽഹിന്ന് വരും. ഇനിയും വരാലോ. മേഡം ഉണ്ടായിരുന്ന ദിവസങ്ങള് എന്ത് സന്തോഷമായിരുന്നെന്നോ. ഇനിയും കാണാലോ. ഇനി അങ്ങോട്ട് ഈ കുടുംബത്തിന്റെ കഷ്ടകാലമായിരിക്കും. ഇതിന്റെ അസ്ഥിവാരം ഞാൻ ഇളക്കും.
കുടുംബം കലക്കണമെങ്കിൽ പെട്ടെന്നൊരു വിദ്യ ചെയ്യാം. അത് രുക്മിണിയെ കൊണ്ട് തന്നെ ആയിക്കോട്ടെ. അവള് മിടിക്കുക. ഞാൻ പറയുന്നത് അതേപടി അങ്ങ് കേൾക്കും. ആ അംബികെ, എന്തുണ്ട് രുക്മിണി വിശേഷം? കുറച്ചു ദിവസം ആയല്ലോ വിളിച്ചിട്ട്. വിശ്വസിച്ച് വിളിക്കുന്നത് എങ്ങനെയാ അംബികെ? പിന്നെ അംബിക ഇപ്പോ എന്റെ പൊന്നാര മരുമകളുടെ വീട്ടിലെ വിരുന്നുകാരിയാണല്ലോ. വിരുന്നും സൽക്കാരമൊന്നും അല്ല, പിന്നെ അങ്ങനങ്ങ് കഴിഞ്ഞു. അല്ല അത് പോട്ടെ, മരുമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ എന്റെ പൊന്നംബികെ, എനിക്ക് വലിയ തലവേദനയാ അവള്. എന്റെ തലേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിത്താ. അവളെയും അവനെയും തമ്മില് ഡിവോഴ്സിൽ എത്തിക്കാനുള്ളൊരു പ്ലാനുമായിട്ടാ ഞാനിപ്പോ വിളിച്ചത്. ആണോ? ഓ, എന്നാ വേഗം ഒന്ന് പറഞ്ഞതാ അംബികെ. എന്നാ കേട്ടോ. ആ ആ അത് കൊള്ളാം. ദേ, ഇനി ഇത് വച്ച് താമസിപ്പിക്കല്ലേ. ആ ഞാനേ ആ ജോത്സ്യനെ വിളിച്ച് ഏർപ്പാടാക്കി പൈസയും കൊടുത്തു. ആ ഓക്കേ? ആ ഓക്കെ അംബിക, ഓക്കെ. ശരി. അങ്ങനെ അംബിക പരിവാര സമേതം അവരുടെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. ഇത് നല്ല കൂത്ത്. അവർക്ക് അവരുടെ വീട്ടിൽ പോണ്ടേ? അവരിവർക്ക് ചേർന്ന കമ്പനിയാ. രണ്ടും ഒരേ തരക്കാരാണല്ലോ. ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. അയ്യോ, അത് നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല. അംബികയ്ക്ക് മാനസാന്തരം വന്നു. ആ. അവള് കുഞ്ഞാടായി. ഓഹോ. ആശ്രമം തുടങ്ങാൻ പോകുന്നെന്നാ കേട്ടത്. പേരും മാറ്റി. ഓ. മാതാ ദിവാംബിക. അതാ നിങ്ങൾ ശിക്ഷയാവ്. അതെ, മാതാ കൊച്ചമ്മിണി. കാശ് കിട്ടിയാൽ ഞാൻ മാതാവല്ല പിതാവും ആവും. ഇനി നമുക്കൊരു ശോകഗാനം പാടാം. അതെന്തിനാ വല്യമ്മേ? അംബിക പോവുകയല്ലേ. എന്തായാലും അംബിക ഉണ്ടായിരുന്നപ്പോ ഒരു ഉത്സവമായിരുന്നു. രാധമേ, ഞാൻ പോയിട്ട് വരട്ടെ. പോവണ്ടെന്ന് പറഞ്ഞാ പോവാതിരിക്കില്ലല്ലോ. മാഡം പോയിട്ട് വാ. അപ്പോ എല്ലാവരോടും കൂടി ഞാൻ പോയിട്ട് വരാം.